ഹായ്. ഇന്നത്തെ സിനിമ ഉയരങ്ങളിൽ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിമനോഹരം. ഇതിൻ്റെ രചന ചെയ്തിരിക്കുന്നത് MT ആണ്. സംവിധാനം IV ശശി. ഒരിക്കലും തോൽക്കാൻ താല്പര്യമില്ലാത്ത വില്ലൻ എന്നൊരു അടിക്കുറിപ്പാണ് ഇതിന് പറ്റുന്നത്. മലയാള സിനിമയിൽ പലതരത്തിലുള്ള നായകന്മാരെ നമുക്ക് കാണാം. കോമഡി അവതരിപ്പിക്കുന്നത്, റിവഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാഡ്നെസ്സിലേക്ക് കൂടി കടന്നു പോകുന്നവർ, റിവഞ്ചിലേക്ക് കൂടി കടന്നു പോകുന്നവർ, ദുഃഖങ്ങളിലേക്ക് കൂടി കടന്നു പോകുന്നവർ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലേക്ക് കൂടി കടന്നു പോകുന്നത്. ഇത് ഒരു ഒന്നാന്തരം വില്ലൻ സ്വഭാവം, ചതി, വഞ്ചന, കാശിന് വേണ്ടിയുള്ള ആർത്തി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം സ്വഭാവങ്ങളുള്ള ഒരു നായകൻ. ആ നായകൻ്റെ കഥയാണ് ഉയരങ്ങളിൽ എന്ന് പറയുന്നത്. തൻ്റേതല്ലാത്ത തെറ്റുകൾ കാരണം തനിക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു കുട്ടിക്കുണ്ടാകുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ തനിക്ക് എങ്ങനെയെങ്കിലും വളർന്ന് വലിയ രീതിയിലുള്ള ഒരു ഉന്നതിയിലേക്ക് എത്തണം, വലിയ സ്ഥാപനത്തിൻ്റെ മുതലാളിയാവണം, ഒരുപാട് കാശുണ്ടാവണം, വലിയൊരു ഒരു കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിലേക്ക് കൂടി വളർന്നു വരുന്ന ഒരു അനാഥനായ ഒരു ബാലൻ. ആ ബാലൻ്റെ കഥയാണ് സത്യത്തിൽ ഉയരങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, ഉയരങ്ങളിൽ കൂടി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടുക്കി പോലുള്ള, മൂന്നാർ പോലുള്ള, അല്ലെങ്കിൽ വയനാട് പോലുള്ള പശ്ചാത്തലത്തിൽ തേയിലത്തോട്ടവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയും അവിടെ ചെയ്യുന്ന ജോലിക്കാരും അവരുടെ മാനേജർമാരും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ കഥ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ ആ ഫ്രെയിംസിലെ കൂടി കാര്യങ്ങൾ പറയണമെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറാമാൻ വേണം. ജയൻ വിൻസെൻ്റ് എന്ന് പറയുന്ന ക്യാമറാമാനാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്യാം എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ കാലത്തുള്ള 80s 90s കാലഘട്ടത്തിലുള്ള ഒരുവിധ എല്ലാ ഹിറ്റ് സിനിമകളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും മ്യൂസിക്കും കൈകാര്യം ചെയ്തിരിക്കുന്നത് ശ്യാം സാറിൻ്റെ ഒട്ടുമിക്ക ഹിറ്റ് മ്യൂസിക്കുകളും നമുക്ക് വളരെ പരിചിതമാണ്. പിന്നെ IV ശശി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, IV ശശി സാർ ഏതൊരു സിനിമ കൈകാര്യം ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് എന്താണോ ആ കഥ പറച്ചിൽ എന്താണോ ആവശ്യമുള്ളത് അത് തന്നെ അദ്ദേഹം അതിൻ്റെ കറക്റ്റ് അളവിൽ കൊണ്ടുകൊടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അനാവശ്യമായ ഗിമ്മിക്സുകൾ ചേർത്തുകൊണ്ട് നായകൻ്റെ അതിഭാവുകത്വം കാണിക്കുക, വില്ലൻ്റെ അതിഭാവുകത്വം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കഥ പറച്ചിലിന് ഏറ്റവും ആപ്റ്റായ രീതിയിലാണ് ശശി സാർ കഥ പറയാറ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഉയരങ്ങൾ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു വില്ലൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ, അങ്ങനെ വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സിനിമയിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും അഭിമാനത്തോടു കൂടി മലയാളത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉയരങ്ങളിൽ. അത്രയും ഇമോഷണലായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു കഥ പറയുമ്പോൾ അത്രയും നല്ല കഴിവുള്ളൊരു നടൻ വേണം. ഓഫ് കോഴ്സ് മോഹൻലാലാണ് ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജയകൃഷ്ണൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, PK ജയകൃഷ്ണൻ. മോഹൻലാലിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് കൂട്ടായിട്ട് ഈ സിനിമയിൽ, ഞാൻ കഥ പറയുന്നില്ല, കഥയുടെ പശ്ചാത്തലമൊന്നും പറയുന്നില്ല, കാണാത്തവർ ഒരുപാടുണ്ടാവും, ഇനി അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ കഥ പറച്ചിലിൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വില്ലൻ സ്വഭാവമുള്ള ഈ നായക കഥാപാത്രത്തിന് കൂട്ടായി നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ കൂടിയുണ്ട്. അത് ചന്ദ്രനും ജോണിയുമാണ്. ഈ ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് റഹ്മാനാണ്, ജോണിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് നെടുമുടിയാണ്. ഇവർ രണ്ടുപേരുടെ ഈ സിനിമയിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കഥാപാത്രത്തിനും കൃത്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്. ആ സ്വഭാവ സവിശേഷതകളിലേക്ക് കൂടി തന്നെയാണ് ആ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എന്തും ധൈര്യപൂർവ്വം നേരിടാൻ ശേഷിയുള്ള മനക്കരുത്തുള്ള ഒരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ ഒട്ടും മനക്കരുത്തില്ലാത്ത, താൻ ചെയ്ത തെറ്റ് വലിയൊരു പാപമാണ് എന്ന് മനസ്സിൽ ഉള്ളിൽ നീറിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെയാണ് നെടുമുടി കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ തനിക്ക് ധൈര്യവുമുണ്ട്, എന്നാൽ തനിക്ക് ദുഃഖവുമുണ്ട് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഉള്ള ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ശ്രീ റഹ്മാനാണ്. ഇതിനോട് ഒപ്പം തന്നെ കൂടെ ചേർന്നുകൊണ്ട് ഒരുപാട് നടികൾ, വളരെ മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ അവർ അധികം വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമയിലുള്ള കഥാപാത്രങ്ങളിലെ കൂടി തന്നെ അവരെപ്പോഴും ഓർക്കപ്പെടും. അത്തരം രീതിയിലാണ് ഇതിലുള്ള നടികളുടെ വേഷങ്ങൾ എല്ലാം വന്നു പോയിരിക്കുന്നത്. പിന്നെ നായകൻ എന്ന് പറയുന്നതിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വില്ലൻ കഥാപാത്രമായി വന്നിരിക്കുന്ന മോഹൻലാലിൻ്റെ, ലാലേട്ടൻ്റെ, ഈ പറഞ്ഞ പോലെ PK ജയരാജ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അദ്ദേഹം എത്രത്തോളം ക്രൂരമാണ് എന്ന് ക്രൂരമായി കാണിക്കേണ്ട മൊമെൻറ്റുകളിലെല്ലാമാണ് ഓരോ നടിമാരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് മനോഹരമായ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഈ കഥ അവസാനം ചെന്ന് എത്തുന്നത് ഈ നായകൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം കാണിക്കുന്ന ഒരു ഭാഗം എത്തുമ്പോൾ അതിന് ആ ഒരു പശ്ചാത്തലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ എത്തിച്ചേർന്ന് ഈ സിനിമ കൊണ്ടുപോകുന്നത് ഒരു വലിയ ഉയരങ്ങളിൽ എന്ന് പറയുന്ന സിനിമയുടെ പേര് പരാമർശിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഉയരം ചെന്ന ഒരു കൊടുമുടിയുടെ മുകളിൽ വെച്ചിട്ട് ഉള്ള ഒരു ക്ലൈമാക്സ് രംഗമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ സിനിമ ഉയരങ്ങൾ എന്ന് പറയുന്ന സിനിമയെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടൻ ആ സീനിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നില്ല, കാരണം അത് വളരെ പ്രശസ്തമാണ്. ആ വാക്കുകളിലേക്ക് കൂടിയാണ് ഈ കഥയുടെ ക്ലൈമാക്സ് കാണിച്ചു പോകുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടു തീർന്നു കഴിഞ്ഞ ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും, ഈ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അദ്ദേഹത്തെ വില്ലനായി കണ്ടു തന്നെ നമ്മൾ ആ കഥ നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളണമോ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് എവിടെയോ നമുക്കൊരു സ്നേഹമോ, എവിടെയോ ഒരു അദ്ദേഹത്തെ നേരെയാക്കി എടുക്കാമായിരുന്നല്ലോ എന്നുള്ള തോന്നലൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മൊമെൻ്റാണ് ആ കഥ പറച്ചിലിൻ്റെ അവസാനം നമുക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ MT വാസുദേവൻ സാറിൻ്റെ ഈ സിനിമയിലെ ഈ കഥ പറച്ചിൽ
നമുക്ക് വല്ലാതെ നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നും ഉണ്ടായ ഒരു വില്ലൻ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യന്മാരും പാവങ്ങളാണ്, പക്ഷേ അവരുടെ നിലനിൽപ്പിനും അവരുടെ സാഹചര്യമാണ് അവരെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഈ സ്ക്രിപ്റ്റിന് വേണ്ടി അദ്ദേഹം അത് അതിമനോഹരമായിട്ട് ചെയ്യാൻ ഐ വി ശശി സാർ എടുത്ത എഫേർട്ട്, പിന്നെ ഒട്ടും അതിഭാവുകത്വമില്ലാതെ വളരെ സിമ്പിളായിട്ട് ആ കഥാപാത്രം കൈകാര്യം ചെയ്ത് ലാലേട്ടൻ, അതിൻ്റെ കൂടെ നിന്ന് എല്ലാവരും, എന്താ പറയുക, ഇത് മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അധികം ആരും പറഞ്ഞു പോകാത്ത സിനിമകളിൽ ഒന്നാണ്. പക്ഷേ എല്ലാവരും കണ്ടുപോകേണ്ട സിനിമയായിട്ട് തന്നെ ഞാനിതിനെ വാഴ്ത്തുന്നു. പിന്നെ ഒരു പുതിയ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക് യു.